ആലുവയിൽ യുവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യമ ദൃശ്യങ്ങളിലേക്ക്. ആലുവ UC കോളേജിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാണരക്ഷാർത്ഥം യുവതി ഒരു കടയിലേക്ക് ഓടിക്കയറിയെന്നാണ് അല്പസമയം മുൻപ് നമുക്ക് ലഭിച്ച വിവരം. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി ബൈക്കിൽ ഒരാൾ വരുന്നു, പെൺകുട്ടി ഓടുന്നു, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കൊല്ലാൻ ശ്രമിച്ച ആളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇയാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ കേസും രജിസ്റ്റർ ചെയ്തു. അതായത് ഇവർ നേരത്തെ അറിയാവുന്നവരാണ്. അലി എന്നാണ് ഇയാളുടെ പേര്, ടെസി എന്നാണ് ഈ യുവതിയുടെ പേര്. ഇവർക്ക് നേരത്തെ പരസ്പരം അറിയാം. അവർ കുടുംബ സുഹൃത്തുക്കൾ കൂടിയാണ്. ഈ ടെസി ഒരു വീട്ടുജോലിക്കായി പോകുന്ന സമയത്ത് ബസ്സിലേക്ക് കയറുന്ന ആ സമയം നോക്കിയാണ് പെട്രോളുമായി എത്തി യുവതിയെ കത്തിക്കാൻ ശ്രമം നടത്തിയത്, തീ കൊളുത്താൻ ശ്രമം നടത്തിയത്. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെട്ട യുവതി തൊട്ടടുത്ത ഒരു കടയിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഈ CCTVയിൽ കാണാം. അവിടെ കയറിക്കൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം അവിടെ വരെ പിന്തുടർന്നു വന്ന പ്രതി ഈ ബൈക്കിൽ തിരികെ പോകുന്നതും ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടു പിന്നാലെ കുറച്ച് കുട്ടികൾ വരുന്നതും അവരുടെ അടുത്തേക്ക്, ഈ യുവതിയുടെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ കാണാൻ സാധിക്കും. പിന്നീട് നടന്നത് ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അടിയന്തര ചികിത്സ കൊടുത്തു. പ്രാഥമിക ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അവർ പോയിട്ടുണ്ട്. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ ശ്രീകാന്ത്, ഇത്രയേറെ വൈരാഗ്യം തോന്നാനിടയായ സാഹചര്യം എന്താണ് ഈ പ്രതിക്ക്? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് പറയുന്നത്? ഒപ്പം തന്നെ ഈ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ടോ സാരമായി? ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആലുവയിലാണ് സംഭവം. യുവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. യുവതി പ്രാണരക്ഷാർത്ഥം ഒരു കടയിലേക്ക് ഓടിക്കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ യുവതി മറ്റൊരു വീട്ടിൽ ജോലിക്കായി നിൽക്കുകയായിരുന്നു. ഇവർ കുടുംബ സുഹൃത്തുക്കളാണ്, ഈ പ്രതിയും ഈ യുവതിയും. എന്നാൽ ഈ കൊലപ്പെടുത്താനിടയായ സാഹചര്യം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതുടൻ തന്നെ ശ്രീകാന്ത് അറിയിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. യുവതി ബസ്സിൽ കയറാനായിട്ട് നിൽക്കുമ്പോഴാണ് പെട്രോളുമായി വന്ന് കത്തിക്കാനുള്ള ശ്രമമാണ്. എന്തോ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പരുക്ക് പറ്റിയിട്ടുണ്ട് യുവതിക്ക്. പ്രാഥമിക ചികിത്സകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഭയത്തോടെ ഓടുന്ന ആ ദൃശ്യങ്ങൾ, അത് പ്രവിത പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രാണരക്ഷാർത്ഥം ഉള്ള ഓട്ടമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? പരസ്പരം അറിയുന്നവരാണ്. പിന്നീട് ഇതെന്ത് സംഭവിച്ചു? ഇതൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. യുവതിയെ തീ കൊളുത്തി കൊല്ലാനായിരുന്നു ഈ യുവാവിന്റെ ശ്രമം. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഞാൻ മുൻപ് ചോദിച്ചത് ഈ യുവതിയോട് ഇത്ര വൈരാഗ്യം തോന്നാൻ എന്താണ് കാരണം? ഇവർ തമ്മിൽ പരിചയമുണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നല്ലോ. അപ്പം തന്നെ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടോ? നിലവിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് ആലുവ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അവർ തിരികെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി ചില പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും പോലീസ് പറയുന്നത് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതി കൃത്യം നിർവഹിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ആ യുവതി രക്ഷപ്പെട്ടു. അയാളുടെ ശ്രമം വിജയിച്ചില്ല. പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള അയാളുടെ ശ്രമം വിജയിച്ചില്ല. പകരം അവർ ഓടി രക്ഷപ്പെട്ടു. ഒരു കടയിലേക്ക് കയറി, ആളുകൾ ഓടിക്കൂടി. പ്രതി ഒടുവിൽ തിരിച്ചു പോകേണ്ടി വന്നു. ആ ബൈക്കിൽ തന്നെ തിരിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങളും കാണാം. വ്യക്തിവൈരാഗ്യം എന്ന വിശദീകരണം പോലീസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലാണ് എന്നതടക്കമുള്ളവ പിന്നീട് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രതിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ യുവതിയോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായിട്ടാണ് പ്രതി വന്നത്. ഭാഗ്യവശാൽ യുവതി രക്ഷപ്പെട്ടു. അപ്പോൾ ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.